ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ചക്ക അടയാണ് ഉണ്ടാക്കുന്നത്. പഴഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കപ്പഴം നന്നായിട്ട് ഇങ്ങനെ ഞെരടിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക. അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചിങ്ങെടുത്താൽ മതി. അങ്ങനെ പൾപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എത്രയാണോ ചക്കേൻ്റെ ആ ഒരു പൾപ്പുള്ളത് അതിനനുസരിച്ച് അരിപ്പൊടി എടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ചക്ക ഇലയട എന്നല്ല പറയുന്നത്, നമ്മളിവിടെ ഞെരളട എന്നാണ് പറയുന്നത്. അതായത് കറുപ്പ മരമുണ്ട്, അതിൻ്റെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അരിപ്പൊടിയും ശർക്കരയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കേൻ്റെ പൾപ്പുണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നന്നായിട്ട് വേണമെങ്കിൽ കുറേ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ബാക്കിയും കൂടി ശർക്കര കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പം നമുക്ക് ഇലയിലേക്ക് ഇത് പരത്തി കൊടുക്കാം. ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഇല. ആ ഇലയിലേക്ക് ഇതിങ്ങനെ മിക്സ് കുറച്ച് കുറച്ചായിട്ടാക്കിയിട്ട് മടക്കുക. ആവിച്ചെമ്പിൽ ആവിയേറ്റെടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഈ ഇലക്കന്നെ നല്ല സ്മെല്ലാണ്. ശരിക്കും ഇത് പഴം വെച്ചിട്ടുണ്ടാക്കും, ചക്ക വെച്ചിട്ടുണ്ടാക്കും. ഇപ്പം ചക്കേൻ്റെത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സാണ്, നല്ല സൂപ്പറാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാം. താങ്ക് യു.